ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വി ഫിറ്റ്നസ്. കുറേ നാളായി ഒരു വീഡിയോ കണ്ടിന്യൂസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇനി തൊട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതല്ല ഞാൻ പറയാൻ വന്നത്. പറയാൻ വന്നതെന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആണെന്ന് വെച്ചാൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെപ്പോലുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇത് കൂടുതലും ബിഗിനേഴ്സിനും ഇൻ്റർമീഡിയറ്റിനും അഡ്വാൻസിനും അറിഞ്ഞൂടാത്തവർക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യാറുണ്ട്, EWS യൂസ് ചെയ്യാറുണ്ട്, BCAAs യൂസ് ചെയ്യാറുണ്ട്, എല്ലാം യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്താ പറയുക, നമ്മുടെ മസിൽസിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു സാധനം വെച്ചാൽ അത് ഇലക്ട്രോലൈറ്റ് ആണ്. അത് എല്ലാ BCAസിലും ഉണ്ടാവും, EAസിലും ഉണ്ടാവും. പക്ഷേ അത്രയും കാശ് മുടക്കി അത് വാങ്ങിക്കണേക്കാട്ടും നല്ലത് ഫാർമസിയിലേക്ക് കിട്ടുന്ന നോർമൽ ഇലക്ട്രോലൈറ്റ്സ്, പഞ്ചസാരയും സോൾട്ടും മിക്സ് അത്ര തന്നെ. അത് പക്ഷേ നിങ്ങൾ ഫാർമസി ഗ്രേഡ് ആയിട്ടുള്ള ഒരു നല്ല ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്യുക, ഇൻട്രാ വർക്കൗട്ടായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ആ സമയത്ത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ നിങ്ങളെ ഫെറ്റിക്കിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, സാധാരണ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെവലുണ്ടാവും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അത് വ്യത്യാസം വരും. പിന്നെ ടയർഡ്നെസ്, ഫെറ്റീഗ്, പിന്നെ മോസ്റ്റ് ഓഫ് ദ ജിം ഹാവ് AC, ദെൻ ഇറ്റ്സ് ഓക്കെ ഫൈൻ, അത്രയ്ക്ക് നമ്മൾ ടയർഡ് ആവില്ല. പക്ഷേ നിങ്ങൾ AC ഒന്നും ഇല്ലാത്തൊരു ജിമ്മുകളിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ 2 ജിമ്മിന് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്നത്, എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്യുക, മേക്ക് യു വർക്കൗട്ട് വെരി ഗുഡ് ആൻഡ് ഫീൽ ദ പമ്പ്. പീസ് ഔട്ട്.